സക്കറിയ ജോർജ്, താങ്കൾക്ക് കേൾക്കാമോ ഇപ്പോൾ? ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടിരുന്നുവല്ലോ, പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. നമുക്ക് ആവശ്യമുള്ളത് ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഈ രാജ്യത്തെ നിയമങ്ങളെ അനുസരിക്കുന്ന പൗരന്മാർ, നിയമം കൃത്യമായി നടപ്പാക്കുന്ന പോലീസ്, അതിനുതകുന്ന രീതിയിലുള്ള ഒരു ജുഡീഷ്യറി, ഇതൊക്കെയാണ് ആവശ്യം. തെരുവിൽ വന്ന് അക്രമം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പോലീസിനെ നേരിടുന്നതും പൊതുമുതൽ തല്ലിപ്പൊട്ടിക്കുന്നതും ഒക്കെയാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? ഉത്തരവാദിത്തപ്പെട്ട പൗരത്വം ആണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടത്. അത് എല്ലാവർക്കും അതിനകത്ത് പാർട്ടിസിപ്പൻ്റ് ആയേ പറ്റുള്ളൂ. അത് ഭരണകക്ഷിയും വേണം, പ്രതിപക്ഷവും വേണം, പൊതുസമൂഹവും വേണം, എല്ലാവരും വേണം. പോലീസും അതിനകത്ത് റോളുണ്ട്. അപ്പോൾ പോലീസ് ഇനി ഏറ്റവും ആവശ്യമായി ചെയ്യേണ്ടത് നിർത്തിവെച്ചിരുന്ന പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പം കോവിഡൊക്കെ വന്നു, കമ്മ്യൂണിറ്റി പോലീസിങ് കാര്യമായി തുടങ്ങണം. കമ്മ്യൂണിറ്റി പോലീസിങ് തുടങ്ങിയിട്ട് നമ്മുടെ യുവജനത നശിച്ചു പോകുന്നു. ഡ്രഗും ആൽക്കഹോളും അത് മാറി മാറി വരുന്ന സർക്കാരുകൾ അഴിമതിയുടെയൊക്കെ ഭാഗമായിട്ട് ബാറിനെല്ലാം ലൈസൻസ് കൊടുക്കുന്നു. നാട്ടിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് തെരുവിൽ കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം നല്ലവരെല്ലാം പേടിച്ച് നേരത്തെ വീട്ടിൽ കയറും. കാര്യം സേഫ് അല്ല. എന്തുകൊണ്ട് ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു? അത് നമുക്കറിയാം, അഴിമതി തന്നെയാണ്. ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ട്, രാഷ്ട്രീയ അഴിമതി ഉണ്ട്. അതെല്ലാം നിർത്തണം. പിന്നെ മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞു, അതും വളരെ പ്രശ്നമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടില് ശ്രീ വിജയ് അവരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞുകൊണ്ട് സ്റ്റേജിൽ വെച്ച് തന്നെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, 1 സ്ത്രീ സുരക്ഷ, അതിന് SIT, 2 ഡ്രഗിനെതിരെ. അപ്പൊ തീർച്ചയായിട്ടും ഡ്രഗ് എന്ന് പറയുന്നത് നേരത്തെ ഇടുക്കിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആന്ധ്രയിൽ നിന്നും ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിൽ നിന്നൊക്കെയാണ് വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ മാഫിയയുടെ, ഡ്രഗ് മാഫിയയുടെ വക ഇതുണ്ട്. നാർക്കോ ഹണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് ഈ വില കൂടിയ ഡ്രഗുകൾ വരുന്നത് തീർച്ചയായിട്ടും പുറത്തു നിന്നാണ്. അത് ഇന്റർനാഷണലില് ഒരു ഡീലായിട്ട് നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ. അതിന് കേരള പോലീസ് മാത്രം നോക്കിയാലൊന്നും പറ്റത്തില്ല. തമിഴ്നാട് പോലീസ് വേണം, കർണാടക വേണം, ആന്ധ്ര, അവിടുന്നൊക്കെ ചേർന്നുകൊണ്ട് വേണം ഈ ഡ്രഗിനെ നമ്മൾ നേരിടാനായിട്ട്. അതുപോലെ തന്നെ കടലിൽ കൂടി വരുന്നതുകൊണ്ട് ഈ വിദേശ ഷിപ്പുകളിലൊക്കെ വന്ന് കടലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ട്രാൻസാക്ഷൻ പഴയ കള്ളക്കടത്ത് പോലൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ നമുക്ക് അന്നൊന്നും കോസ്റ്റൽ പോലീസ് ഇല്ല. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോസ്റ്റൽ പോലീസ് ഉണ്ട്. കോസ്റ്റൽ പോലീസിനെ എംപവർ ചെയ്യണം. എംപവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇത് കൊടുക്കണം. ഇപ്പൊ 5 ടണ്ണും 12 ടണ്ണും ബോട്ടുകളേ ഉള്ളൂ. അതൊക്കെ റഫ് സീയിലെ എന്തുമാത്രം അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് വിവേകമുള്ള എല്ലാവർക്കും അറിയാം. അപ്പം കുറെ കൂടെ ലാർജർ വെസൽസ് കൊടുക്കണം. അതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഭീതിയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്താലേ ഡ്രഗ് ഹണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പിന്നെ പല ബാറുകളും ദൂരപരിധി വെച്ചുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര് അതിന്റെ മുമ്പിൽ നിന്ന് നേരെ ഒരു സ്റ്റെപ്പ് പുറമോട്ടുണ്ടാക്കി ചുറ്റി അടുത്തുള്ള സ്കൂളും പ്രാർത്ഥനാലയവും ഹരിജൻ കോളനിയും ഇതിനൊക്കെ ദൂരം പരിധിയുടെ അപ്പുറത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം വിജിലൻസ് ടീമിനെ കൊണ്ട് റീഇൻവെസ്റ്റിഗേറ്റ്, അതിന്റെ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. നമുക്കറിയാം, എറണാകുളത്ത് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയ ഫ്ലാറ്റ് 4 കൺട്രോൾഡ് എക്സ്പ്ലോസീവ് മെഷേഴ്സ് വഴി അത് പൊട്ടിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ അനധികൃതമായി കൊടുത്ത ബാറുകളെല്ലാം പൊളിച്ചു കളയിപ്പിക്കണം. കാരണം ഈ ലോയില് ഈ പറയുന്ന സംരക്ഷണം ഇവിടുത്തെ ഭരണരംഗത്തുള്ള മാഫിയകൾ കൊടുത്താൽ അതൊരു പരിഷ്കൃത സമൂഹത്തിന് അതെന്നും ചോദ്യചിഹ്നമാണ്. നമ്മൾ നമ്മുടെ യുവജനങ്ങളെ ഉയർത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ജെറിയാട്രിക് സർവീസ്, പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ പ്രായമുള്ളവരെ വയോജന പരിപാലന കേന്ദ്രങ്ങളിൽ പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വാല്യൂസ് കൊടുക്കുന്നില്ല. അപ്പം യൂത്തിന് ഒരു വാല്യൂ ഇൻകൾക്കേഷൻ പ്രോഗ്രാമും റിഫോർമേഷൻ പ്രോഗ്രാമും ഉണ്ടാക്കണം. ആ റിഫോർമേഷൻ പ്രോഗ്രാമിൽ കൂടി അവർ പേരൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വമാണെന്നും, പലപ്പോഴും നമ്മൾ പത്രം എടുത്തു നോക്കുമ്പം മക്കൾ അപ്പനെ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അപ്പൂപ്പനെ കൊല്ലുന്നു, അങ്ങനെ അമ്മയെ കൊല്ലുന്നു, ഇതൊക്കെയാണ് വായിക്കുന്നത്. ഇതൊക്കെ പണ്ട് കുറവായിരുന്നു. എന്തു പറ്റി? നമ്മൾ അബ്സല്യൂട്ട് ഫ്രീഡവും കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ല. പിന്നെ മീഡിയയിൽ കൂടി വരുന്ന അക്രമങ്ങളുണ്ട്. അതെല്ലാം കണ്ട് കുട്ടികൾ എന്തും ചെയ്യാം,
ഇന്റർനെറ്റിലൊക്കെ കിട്ടുന്നത് കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന് അവരെ റിഹേഴ്സൽ നടത്തി വരെ ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് പോയി. അപ്പം വാല്യൂ ഇൻകൾക്കേഷൻ, റിഫോർമേഷൻ വളരെ ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും പേരന്റ് ടീച്ചർ അസോസിയേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ലീഡേഴ്സ്, ഇവരൊക്കെ വേണം. ഇപ്പൊ നമ്മൾ ഈ പൊതുപ്രവർത്തകരെ തെരുവിലിറങ്ങി KSRTC ബസ്സും പൊതുമൂലങ്ങളും നശിപ്പിക്കുന്നതിന് പകരം വഴിതെറ്റി പോകുന്ന കുട്ടികളെ നല്ല പാതയിൽ കൊണ്ടുവന്ന് ഉത്തമ പൗരന്മാരാക്കുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് രാഷ്ട്ര നിർമ്മാണവും രാഷ്ട്രീയ പ്രവർത്തനം എന്നും മനസ്സിലാക്കിയാൽ നാടിന് പോസിറ്റീവാണ്. അതേസമയം സ്ട്രീറ്റിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യവും തല്ലി പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം മോശമാണ്. പിന്നെ ഇപ്പോൾ SIT മിസ്റ്റർ തോമസിന് MLAക്ക് അദ്ദേഹത്തിന് വേണ്ടി SIT ഫോം ചെയ്തു. പക്ഷേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇടികിട്ടിയ ഒരു ശുചിത്വമുണ്ട്, ചെയ്തില്ല. തെന്മലയില് പട്ടിയെ പൂട്ടിയിടുന്ന പോലെ അവിടെ വില കിട്ടിയ ഒരു രാജീവുണ്ട്. അദ്ദേഹം പട്ടികവർഗ നിർദ്ധനായ വ്യക്തിയാണ്. ആ കേസ് എന്തുകൊണ്ട് എടുത്തില്ല? ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർട്ടിക്കിൾ 2(1)(d) പറയുന്നു, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ MLAയുടെ ഇട്ടപ്പോൾ അതുപോലെ തന്നെ മനുഷ്യരായത് മാതാപിതാക്കൾക്കുണ്ടായ വ്യക്തികളാണ് ഈ കുന്നംകുളത്തെ ഇടികിട്ടിയ സുജിത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ രാജീവും. പിന്നെ ഈ കേസ് SITയുടെ അന്വേഷണം ഇപ്പോൾ ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ആദ്യം ഇവരുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കമാൻഡോ വന്ന് തല്ലുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു പോലീസുകാരനെ തള്ളി താഴെ ഇട്ടു, ഒരു SIയെ. അദ്ദേഹം ഡ്യൂട്ടിക്ക് നിന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിറ്റർ ചെയ്തു. അപ്പൊ ആദ്യം എടുക്കേണ്ടത് ആ കേസാണ്. അദ്ദേഹം അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരെ തല്ലാൻ അദ്ദേഹം സമ്മതിക്കില്ല. കാര്യം മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഈ പറയുന്ന ആംഡ് പോലീസും ആംഡ് റിസർവിലുള്ളവർക്ക് ലോക്കൽ പോലീസിന്റെ, അതായത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുതലുള്ള ആൾക്കാർ, അല്ലെ ഓഫീസർ ഇൻചാർജ്, അതായത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, അതിന് മേലിലുള്ളവരുടെ ഉത്തരവ് കൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ഇറങ്ങി സ്വന്തമായിട്ട് അടിച്ചത് അബ്സല്യൂട്ട്ലി ഇല്ലീഗലാണ്. ആദ്യം ചെയ്യേണ്ടത് ആ ഓഫീസറിനെ, SI റാങ്ക് ആണെന്ന് പറഞ്ഞ് ഷോൾഡർ ടൈറ്റിൽ കണ്ടിട്ട് അദ്ദേഹത്തിനെ അടിച്ചിട്ടതിനാണ് ആദ്യത്തെ കേസ് എടുക്കേണ്ടത്. അപ്പൊ ഈ അന്വേഷണമൊക്കെ വളരെ മോശമാണ്. DGPക്കൊന്നും ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പോലീസ് ചീഫ് കൺട്രോൾ റൂമിനകത്ത് 16 മോണിറ്റർ വെച്ചിട്ട് എല്ലാ ചാനലിലെ വാർത്തകൾ അവിടെ കണ്ടിട്ട് അതിന്റെ സമ്മറി DGPക്ക് കൊടുക്കുന്നുണ്ട്. തന്റെ സേനയിലെ ഒരു ഓഫീസറിനെ, കുറച്ചുകൂടെ കമാൻഡറിൽ ഇരുന്നവരെക്കാളും കുറച്ചുകൂടെ ഉയർന്ന ആളിനെ അടിച്ചു. ഈ അടിക്കാനൊന്നും അവർക്ക് അധികാരമില്ല. അത് അവരുടെ കമാൻഡിലെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. CRPC അല്ലെങ്കിൽ BNSS പറയുന്ന പ്രകാരമുള്ള റാങ്കിലുള്ളവർ പറയുന്ന അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി വേണം. ഈ കരിങ്കൊടി കാണിച്ചാൽ അത് ഒരിക്കലും ഒരു ലീത്തൽ വെപ്പൺ ആണെന്ന് നമ്മുടെ ഒരു നിയമത്തിലും എഴുതിയിട്ടില്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇരു മുന്നണികളും അല്ലെങ്കിൽ സമരത്തിന് വരുമ്പം UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ കരിങ്കൊടിയൊക്കെ കാണിക്കും. അപ്പൊ കരിങ്കൊടി ഒരു ലീത്തൽ വെപ്പൺ അല്ല. അപ്പൊ അതിനകത്ത് അവരെ അറ്റാക്ക് ചെയ്തത് തീർച്ചയായിട്ടും അത് പീസ്ഫുൾ വേയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശത്തെ അവരെ ഇല്ലാതാക്കിയാണ്. അവർക്കില്ലാത്ത അധികാരമാണ് അവരെ അടിച്ചത്. തീർച്ചയായും എന്തായാലും അത് SIT അന്വേഷിക്കുകയാണ്. പക്ഷെ അതിലെ ചില പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം മറ്റ് കേസുകൾ, സമാനമായ പോലീസ് അതിക്രമങ്ങളുടെ മറ്റ് കേസുകളിൽ എന്തുകൊണ്ട് പരിശോധനയില്ല എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അതിന് വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് പ്രതിനിധി മറുപടി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.